നമ്മുടെ ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ കമ്പുകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചതിന് ശേഷം എങ്ങനെ നമുക്കതിനെ നല്ല വളമൊക്കെ ഉള്ള മണ്ണിലേക്ക് നമുക്ക് നട്ടുപിടിപ്പിക്കാം, അതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയായിരിക്കണം, അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ അവസ്ഥയും കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാമേ. കുറച്ച് മഴയൊക്കെ, ശക്തമായ മഴകളൊക്കെ കഴിഞ്ഞു, കുറേ പൂക്കളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും കുറച്ച് പൂക്കളൊക്കെ ഉണ്ട്. അത് കണ്ടോ, ഞാൻ ആ കാഴ്ച നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടല്ലോ. ഇനിയിപ്പം മഴയുടെ ഒരു സീസണൊക്കെ തുടങ്ങുവാൻ നമുക്കറിയാം. അപ്പം ആ സമയത്തൊക്കെ നമ്മുടെ ചെടികളെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കണം അതുകൂടൊക്കെ ഞാൻ പറഞ്ഞു തരാമേ. നമ്മുടെ പൂനെ വൈറ്റ് ഇപ്പോഴും നിറഞ്ഞു പൂത്ത് നിൽക്കുക. ഇത് നമ്മുടെ ഫോക്സ് ടെയിൽ മജന്തയാണേ. ഇതിൻ്റെ പിങ്ക് ഉണ്ട്, കണ്ട നല്ല ഭംഗിയാണ്. എപ്പോഴും ഇങ്ങനെ പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണേ. കണ്ടോ, ക്രിംസൺ റെഡ് ആണേ. കണ്ടോ, ഇവിടെ നമ്മുടെ ചെമ്പരത്തി എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ മഹാറ റോസ്വില്ലെ പീച്ചാണേ. ഇതിന് 3-4 കളറാകുന്ന ഒരു ചെടിയാണ്. ഞാൻ നേരത്തെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ദേ എല്ലാം. ഇത് ക്രിംസൺ റെഡ്. ഇത് 21 ജൂവൽസ് പീച്ചാണേ. ഇത് ഫോക്സ് ടെയിൽ പിങ്ക് ആണേ. സോറി, ഇത് നമ്മുടെ ഇത് പിങ്ക് ലേഡിയാണേ. ഫോക്സ് ടെയിൽ പിങ്ക് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതാണ് ഫോക്സ് ടെയിൽ പിങ്ക്. എല്ലാം കൂടെ മിക്സായിട്ട് നിൽക്കുന്നതുകൊണ്ടേ. കണ്ടോ, ഇത് നമ്മുടെ കിങ് ഓറഞ്ച്. ഇത് കണ്ടില്ലേ, ഗ്ലാബറ ഫർമോസയുടെ ഒരു ചെടിയാണ്. അത് ലാവണ്ടർ കളറേ. ഇതാണ് നമ്മുടെ ഇൻസൈഡിലുള്ളത്. ഗ്ലാബറ ഫർമോസ പർപ്പിളാണ്. നല്ല ഭംഗിയില്ലേ. ഫോക്സ് ടെയിലിൻ്റെ മജന്തായ കണ്ടോ. റൂബി റെഡ് ഇപ്പോൾ പൂക്കൾ കഴിഞ്ഞ് നിൽക്കുവാണേ. അതുപോലെ ഇതും പൈറോപ്പാല്, കുറച്ച് പൂക്കൾ കുറഞ്ഞു. ഇത് വേരിയേറ്റഡ് പിങ്ക് ജുവൽസിൻ്റെ കണ്ടോ. നമ്മുടെ ഇവിടെ ഒത്തിരി ചെടികളുണ്ട്, ഒരുപാട് ചെടികളുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചെടി ഇപ്പം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ്. ഇതിനെല്ലാം കുറച്ച് ഒന്ന് മാറ്റണം. കണ്ടോ, അതേപോലെ നമ്മൾ മേളിൽ വെച്ചേക്കുന്ന ചെടികളാണേ. കണ്ടോ, ബൊഗൈൻവില്ലയുടെ. കണ്ടോ, നമ്മളിവിടെ വെച്ചേക്കുന്ന കുറേ ബൊഗൈൻവില്ല ഉണ്ട്. ഇപ്പോഴും ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ട് കുറേ. ഇത് കണ്ടില്ലേ, മഹാറ റോസ്വില്ലയുടെ ചെടിയാണ്. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് ഇത് കാണാനേ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ചെടിയാണ്. കണ്ടോ, എന്തും നിറച്ചൊത്തിരി പൂക്കളുണ്ടാവും. ഇതൊരു ചെറിയ ചെടിയാണ്. ഇത് ജുവൽസിൻ്റെ വേറൊരു പിങ്കാണേ. മറ്റേ ടൈപ്പല്ല, ഇച്ചിരി കൂടെ ഒരു കണ്ടോ. ഇതും ജുവൽസിൻ്റെ പീച്ചിൻ്റെ വേറൊരു വെറൈറ്റിയാണേ. കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റ് കണ്ടോ. ഇതിന് എത്ര ഷെയ്ഡുണ്ടെന്ന് നോക്കിയേ. 2-3 ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ. ഇത് ചെറിയ ചെടിയാണേ. ഗ്ലാബറ ഫർമോസയുടെ നല്ല ഭംഗിയിലിങ്ങനെ നിറഞ്ഞ പൂക്കളുണ്ടാകും. ഇത് കണ്ടോ, ചെറിയൊരു ചെടിയാണ്. ഫോക്സ് ടെയിലിലെ മജന്ത കളറിലെ. മഹാറ റോസ്വില്ലയുടെ വൈറ്റാണേ. ബ്രൈഡൽ ബൊക്കെ എന്നൊക്കെ പറയുന്ന ഈ ഒരു ടൈപ്പ്.
ഇത്രയും കനം കുറഞ്ഞ ഒരു കമ്പ് കണ്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേര് പിടിപ്പിച്ച് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ ഒന്ന് എടുത്ത് കാണണേ. പെട്ടെന്ന് എങ്ങനെ നമുക്ക് പിന്നെ ഹൈബ്രിഡ് ബൊഗൻവില്ലയുടെ കമ്പും വേര് പിടിപ്പിക്കുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിനെ നമുക്കിന്ന് നല്ലൊരു പോട്ടി മിക്സ് കൊടുത്തിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് മേൽമണ്ണ് എടുത്തിട്ടുണ്ട്, മേൽമണ്ണ്, അതുപോലെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, ചിന്തേരാണ്. ഇത് കമ്പോസ്റ്റ് ആക്കിയതാണ് നമ്മളെ തടിയുടെ പീസിൻ്റെ, അത് ചിന്തേരാക്കിയതായിരുന്നു. പിന്നെ മൈക്രോ ന്യൂട്രിയൻ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റ് നല്ലതാണ് ചെടികൾ നല്ല രീതിയിൽ വളരാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു മിക്സായിട്ട് നമുക്ക് എടുക്കാമേ. വെള്ളം നല്ലപോലെ വാർന്നു പോകുന്ന ഒരു കൂട്ടി മിക്സാക്കി എടുക്കാം. നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർക്കാമേ. ഇതുപോലെ ചെറിയ കമ്പൊക്കെ നമ്മൾ കുഴിച്ച് വെക്കുമ്പം ഒത്തിരി ചാണകപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുക, അത് വളം കൂടി പോകാനിടയാകരുതേ. എല്ലുപൊടി ഞാനിവിടെ ഒരു സ്വല്പം ഇട്ടിട്ടുണ്ടായിരുന്നേ, ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ ചെടിക്ക് നിറയെ വേരുകളാണ്. ഇപ്പോൾ കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്ന സ്പോഞ്ചിലാണ് നമ്മൾ വെച്ചിരുന്നത്. അതിനെ നമ്മൾ ഇളക്കി മാറ്റുക, അതിലോട്ട് വെച്ച് കൊടുക്കുക. അത് ഈസി ആയിട്ട് നമുക്ക് മാറ്റാവുന്ന ഒരു സ്പോഞ്ചാണ്. അതിങ്ങനെ പൊട്ടിച്ച് കളഞ്ഞാൽ മതി, പൊട്ടിപ്പോകുന്ന ടൈപ്പ് സ്പോഞ്ചാണേ. ഈ ഫുള്ള് കണ്ടോ സ്പോഞ്ച് ഞാൻ ഇളക്കി കളഞ്ഞേ. ഇനിയിപ്പോൾ ഇതങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, അപ്പം നമുക്ക് കൈകൊണ്ട് തന്നെ അടർത്തി കളയാവുന്നതാണ്. അപ്പം ഈ മഴ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോയെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് കുത്തി, അതിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് കുത്തി കൊടുക്കണം. അതുപോലെ പോട്ടി മിക്സ് മാറ്റണമെങ്കിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് ചെടി നമ്മൾ വെച്ച് കൊടുത്ത് ഇനി നമുക്ക് മിക്സ് ഇട്ട് കൊടുക്കാമേ. ഇത് നമ്മൾ നട്ടു പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് നമുക്ക് ഷെയ്ഡിൻ്റെ അടിയിൽ വെക്കാം. ഒരു 2 ദിവസം വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് വെയിലത്ത് വെക്കാവുന്നതാണ്. നല്ല രീതിയിൽ റൂട്ടുള്ള ഒരു ചെടിയാണിത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ജൈവവളങ്ങൾ കൊടുക്കാതിരിക്കുക. അതുപോലെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തത് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ, ഇപ്പം അടുത്ത മാസത്തോടു കൂടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചെടികളുടെ കമ്പ് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ്. അതുപോലെ ഹാർഡ് പ്രൂണിങ്ങിന് പറ്റിയ സമയമാണ്. നമുക്കിതിൻ്റെ കമ്പുകളൊക്കെ പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ട് ആ കമ്പുകളെയൊക്കെ നമുക്ക് കുഴിച്ചു വെച്ച് വേറെ ചെടിയാക്കി മാറ്റാവുന്നതാണ്. മഴയൊക്കെ വരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്യുമായിരുന്നേ. കണ്ടോ, ഫോക്സ് ടെയിൽ മജന്ത കളറിൽ. ഈ മഴ സമയത്ത് നമ്മൾ ചെടികളൊന്നും ഇപ്പം മാറ്റി വെക്കേണ്ട കാര്യമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിയിൽ നല്ലപോലെ വെള്ളം വാർന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെടി അവിടെ തന്നെ വയ്ക്കാം. പിന്നെ നമുക്ക് വലിയ ചെടികളുടെ കമ്പൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രൂൺ ചെയ്ത് മാറ്റുക, അല്ലെ ഒടിഞ്ഞ് വീഴാനും, അല്ലെ നമ്മൾ പൊക്കത്തിലൊക്കെ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ കാറ്റടിച്ച് അതെല്ലാം മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ചെടി ഒടിഞ്ഞു പോയേ. നമുക്ക് ഈ ചെടികളൊക്കെ എടുത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഇതിനകത്ത് വെള്ളം ശരിക്കും പോകുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി, അല്ലാതെ ഒരു പ്രശ്നമില്ല. നമ്മുടെ ചെടികൾ പിന്നെ കുറച്ച് വെയിലൊക്കെ അടിക്കുവാണെങ്കിൽ നിറഞ്ഞ് വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടും അതിൽ നിന്ന്. ഈ ചെടിയൊക്കെ ഉണ്ടല്ലോ വർഷം മുഴുവനും പൂക്കുന്നൊരു ചെടിയാണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കണ്ടോ, നല്ല ഭംഗിയില്ലേ നമ്മുടെ പൂക്കൾ കാണാൻ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പൂക്കളൊക്കെ ഇപ്പോഴും ഇതുപോലെ നിൽക്കുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന്. അപ്പം ഞാൻ വീഡിയോ ഇടുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സീക്രട്ട് നിങ്ങൾക്കറിയാം. ഇതുവരെയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇവിടെ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും കണ്ടിട്ട് മറന്നു പോവാതെ ലൈക്ക് ചെയ്യുക.